ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉപവാസത്തെക്കുറിച്ച് സംസാരിച്ചു. ഉപവാസം എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ കൂടെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടോപ്പിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്? ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അമ്മയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്, ഒരു ത്യാഗപ്രവൃത്തിയിലൂടെ നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ഈ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ അത് അനുഷ്ഠിക്കാം? ഇപ്പം നോമ്പ് കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 നോമ്പിലൂടെയാണ് നമ്മളെല്ലാവരും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 50 നോമ്പിലും നമുക്ക് ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കാം. അതുപോലെ ഉപവാസ പ്രാർത്ഥനയിലും ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമുക്ക് അനുഷ്ഠിക്കാം. ഫലവത്തായിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അനുഷ്ഠിക്കേണ്ടതായ ഒരു പരിത്യാഗ പ്രവൃത്തിയാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത്. പരിത്യാഗത്തിൽ നമ്മൾ ഫുഡൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ത്യാഗപ്രവൃത്തികളിലൂടെയും ദാനധർമ്മത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും ഈ മൊബൈലിൻ്റേതായ ഒരു ടെക്നിക്കൽ വേൾഡിലാണ് നമ്മളെല്ലാവരും. കൂടുതൽ സമയമൊക്കെ നമ്മൾ മൊബൈലിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ആപ്സ് എല്ലാം യൂസ് ചെയ്യുക. പിന്നെ യൂട്യൂബ്സിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവുക. നമുക്ക് ചില പർപ്പസ് ഒന്നും കാണത്തില്ല, ജസ്റ്റ് അങ്ങ് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ തന്നെ അറിയുന്നില്ല, നമ്മൾ ഒത്തിരി ടൈം ഈ സോഷ്യൽ വേൾഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ സമയം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. ആവശ്യത്തിന് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ പ്രെയറൊക്കെ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കാണണം. പക്ഷേ നമ്മുടെ സമയം നമ്മൾ മിസ്യൂസ് ചെയ്ത് കളയരുത്. ഓവർ ടൈമായിട്ട് ഈ സോഷ്യൽ മീഡിയാസും ഫോണൊക്കെ അഡിക്ഷൻ വരാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അഡിക്ഷൻ വരാതെ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു മെത്തേഡാണ് ഫോണിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്. നമ്മൾ ഉപവാസ പ്രാർത്ഥനയുടെയൊക്കെ ഭാഗമായിട്ട് അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന അന്നേ ദിവസം നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ഇപ്പം അന്ന് നമ്മൾ ഫുഡ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കും എന്നൊരു ഡിസിഷൻ എടുത്തു. അതുപോലെ തന്നെ ഇത്ര മണിക്കൂറിലേക്ക് ഞാൻ എൻ്റെ ഫോൺ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യത്തില്ല. അനാവശ്യമായിട്ട് ഞാൻ സ്ക്രോളിങ് ആ ഒരു ടെൻഡൻസി മാറ്റി വെച്ചിട്ട് ഇത്ര ടൈമിലേക്ക് 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 3 മണിക്കൂർ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ 3 മണിക്കൂർ ഞാൻ അമ്മ മാതാവിന് വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യത്തില്ല, അതൊരു ത്യാഗപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു നിയോഗവും സമർപ്പിച്ച് ആ ഉപവാസം അനുഷ്ഠിക്കുക. അതുപോലെ നമ്മൾ നോമ്പിലായിരിക്കുന്ന ഓരോ ദിവസവും 50 നോമ്പ് നമ്മളിപ്പോൾ അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് വെക്കുന്ന കൂട്ടത്തിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും കുറച്ചുകൊണ്ട് ഞാൻ ഇന്ന സമയത്തേക്ക് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയിലായിരിക്കുക. ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു മണിക്കൂർ, ഒരു ഡെഡിക്കേറ്റ് ചെയ്ത ഒരു 1 hour ആ ഒരു സമയം ഈശോയുടെ കൂടെ ആയിരിക്കുക. കൂടുതൽ ബൈബിൾ വായിക്കുക. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊന്ത ചൊല്ലുക. അങ്ങനെ ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഒരു ഉപവാസത്തിലായിരിക്കാനും അതുപോലെ നോമ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു വേർഡായിരിക്കാം മേ ബി ചിലരൊക്കെ. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്താണ്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അതൊരു നല്ല ഒരു മെത്തേഡാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ഒരു മെത്തേഡാണ് ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. എല്ലാവരും നിങ്ങളുടെ ആ ഒരു പ്രെയർ ലൈഫിൽ ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചോദിച്ചുകൊള്ളുക. അപ്പോൾ എല്ലാവരിലും മാതാവിൻ്റെ അനുഗ്രഹം നന്നായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെയും പ്രാർത്ഥനയിൽ ആയിരിക്കാനും എല്ലാവർക്കും അമ്മ മാതാവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.